നമുക്ക് നന്നായിട്ടൊന്ന് കരങ്ങൾ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്യാം. പറയുമ്പോൾ നമ്മളെ അടുത്ത വർഷത്തിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന കരങ്ങൾ ഉയർത്തി നന്ദി 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 ഹൃദയത്തിൽ സുമന്ദിരേ നന്ദി. ഓരോ നന്മകളെയും ഓർത്തുകൊണ്ട് കഴിഞ്ഞ 10 മാസം 2024 ദൈവം നമ്മളോട് വിശ്വസ്തൻ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ.
കരുപോലെ സുമന്തീരേ നന്ദി 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 இதயத்தில் சுமந்தீரே நன்றி 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 கருபோல சுமந்தீரே നന്ദി. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 2 Thessalonians chapter 2 verse number 13 to 17. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്, but we are bound. English is so beautiful. We are bound to give thanks. മലയാളത്തിൽ അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. വി ആർ ബൗണ്ട്, കടപ്പെട്ടിരിക്കുന്നു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ കടംപെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച്, എനിക്ക് ആ വാക്യമാണ് വേണ്ടത്, സ്നേഹവും നിത്യാശ്വാസം. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ, എവർ ലാസ്റ്റിംഗ് കൺസലേഷൻ എന്ന് എഴുതിയിരിക്കുകയാണ്. നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്നു നമ്മുടെ പിതാവായ ദൈവം. 17, നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഞാനിന്ന് രാവിലെയും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. രാവിലത്തെ സെഷൻ കേട്ടവർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. മുൻനിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർ അവൻ്റെ പദ്ധതികൾക്കും അവൻ്റെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ മഹത്വത്തിന് പുകഴ്ചയ്ക്കായി തീരും. ഇവിടെ പൗലോസ് പറയുന്ന വാക്യങ്ങൾ കേട്ടോ. എവർ ലാസ്റ്റിംഗ് കൺസലേഷൻ, നിത്യത എന്നൊരു സബ്ജക്റ്റാണ് ബൈബിളിൽ ഉടനീളം നിൽക്കുന്നത്. നിത്യസ്നേഹം, നിത്യപിതാവ്, നിത്യരക്ഷ, നിത്യമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ബൈബിൾ പറയുന്നു നിത്യമായ കൺസലേഷൻ തരാൻ, ആശ്വാസം തരാമെന്നാണ്. എന്നിട്ട് പൗലോസ് ചില കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്, ഈ കാരണങ്ങളാൽ ദൈവത്തെ നമ്മളെപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഞാനിതിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒന്നും തന്നെയില്ല. ഇറ്റ് ഈസ് സോ അമേസിങ്. എന്തെങ്കിലും ഒരു കാര്യം മെറ്റീരിയലിസ്റ്റിക് എഴുതായിരുന്നു. കുടുംബം നൽകിയതുകൊണ്ട് നന്ദി പറയാനോ, മക്കളെ നൽകിയതുകൊണ്ട് നന്ദി പറയാനോ, ഒരു ഭവനത്തെ നൽകിയത് കൊണ്ട് നന്ദി പറയാനോ, അല്ലെങ്കിൽ നമുക്കൊരു വീട് കിട്ടിയത് കൊണ്ടോ നോ. പൗലോസ് പറയുന്നു, നിങ്ങളെ ആദ്യം മുതൽക്കൽ തന്നെ, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങളെ രക്ഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്ന വലിയ കാര്യത്തിൻ്റെ അകത്ത് എപ്പോഴും സന്തോഷിക്കണം. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞില്ലേ, സ്നാനപ്പെടണം എന്നുള്ളത്, രക്ഷിക്കപ്പെടണം എന്നുള്ളത്. ഇത് ദിനം തോറും നടക്കേണ്ട സ്ഥലമാണ് സഭ. ബാക്കി എന്തിനേക്കാളും ഈ ബൈബിളിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ നമ്മളൊരു ഡെലിവറൻസ് മീറ്റിംഗ് കാണുന്നില്ല, ഹീലിംഗ് മീറ്റിംഗ് കാണുന്നില്ല. എവിടെയൊക്കെ ഗോസ്പൽ പ്രീച്ച് ചെയ്തോ ആളുകൾ രക്ഷിക്കപ്പെട്ടു. അതോടൊപ്പം കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ഭൂതം ബാധിച്ചവരൊക്കെ വിടുവിച്ചു. സൈൻസ് അക്കംപനി വെൻ ദ ഗോസ്പൽ ഇസ് പ്രീച്ച്ഡ്. പൗലോസ് ഇവിടെ പറയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ഗോസ്പലാൽ നിങ്ങൾക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്? ദൈവത്തിൻ്റെ മഹത്വത്തെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. I don't know how many of you can really understand the value of what God's glory is. ദൈവത്തിൻ്റെ മഹത്വത്തെ നിങ്ങൾക്ക് തരാമെന്ന് അടുത്തിരിക്കുന്ന ആളോട് നോക്കി പറ, കർത്താവിൻ്റെ മഹത്വത്തെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളെ രക്ഷയ്ക്കായിട്ട് ദൈവം വിളിച്ചു.
നിങ്ങളെ സാന്റിഫിക്കേഷനായിട്ട് വിളിച്ചു. ഇതിനേക്കാളും എല്ലാം ഉപരി നിങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് വിളിച്ചിരിക്കുന്നത്. കമോൺ, ഇന്ന് രാത്രി അതൊക്കെ തിരിച്ചറിയുന്നവർ വായികൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാ പരാതികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ, എല്ലാ പരാധീനതകളും മാറിപ്പോകട്ടെ, എല്ലാ ഇല്ലായ്മകളെ കുറിച്ച് പറയുന്നത് മാറിപ്പോകട്ടെ, എല്ലാം മർമറിങ്സും മാറിപ്പോകട്ടെ. ഓ, മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ ഞങ്ങളുടെ സുവിശേഷത്താൽ വിളിച്ചിരിക്കുന്നത്. കമോൺ, വായികളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ അകത്താണ് പൗലോസ് 16-ാമത്തെ വാക്യത്തിൽ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. 1, നമ്മെ സ്നേഹിക്കുന്ന പിതാവ്. 2, നിത്യമായ കൺസലേഷൻ. ആശ്വാസത്തെക്കാളും കുറച്ചും കൂടെ ഒരു ബെറ്റർ വേർഡാ കൺസലേഷൻ. 3, നല്ല പ്രത്യാശയും കൃപയും. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് 3ഉം നിങ്ങൾ അനുഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഭയങ്കര സ്നേഹം പിതാവിൻ്റെ നിങ്ങൾ അനുഭവിക്കട്ടെ. നിത്യമായ കൺസലേഷൻ. ഇന്ന് രാവിലെ നമ്മൾ കേട്ടു, മുറിവുകളിലൂടെ നമ്മൾ വളർന്നു, മുറിവുകളിലൂടെ വന്നു, തളർന്നു, തകർന്നു. അതിൻ്റെ അകത്തൊക്കെ ചിലപ്പം ദൈവത്തിന് ആ കാര്യങ്ങളെ റീപ്ലേസ് ചെയ്യുന്നൊരു സിസ്റ്റം ഇല്ല. അപ്പനെ നഷ്ടപ്പെട്ടാൽ വേറൊരാൾ അപ്പനായിട്ട് ദൈവം കൊണ്ടുവരത്തില്ല, പക്ഷെ ദൈവം തന്നെ അപ്പനായിട്ട് തീരും. കമോൺ, ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുക. ഒരു ഭയങ്കര കൺസലേഷനിലേക്ക് കയറുക. ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പനെ കർത്താവ് കൊണ്ടുവരത്തില്ല, പക്ഷെ ദൈവം തന്നെ നമ്മുടെ പിതാവാകും. ഇന്ന് രാത്രി അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. മുറിവുകൾക്കകത്ത് പരിശുദ്ധാത്മാവാം ദൈവം ഇടപെടട്ടെ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കർത്താവ് കൊണ്ടുവരട്ടെ. മഹത്വം പ്രാപിപ്പാനായിട്ട് പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് ഈ 3 കാര്യങ്ങൾ നൽകട്ടെ. നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്ക് നിത്യമായ കൺസലേഷൻ, എവർലാസ്റ്റിംഗ് കൺസലേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഗുഡ് ഹോപ്പ് ബൈ ഗ്രേസ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. 2013 എൻ്റെ മമ്മി ഈ ലോകത്തിൽ നിന്നും യാത്രയായി. ആ സമയത്ത് എനിക്ക് അത്ര അങ്ങനെ വിഷമം വന്നില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. എനിക്ക് ഒരു കുഞ്ഞ് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് വിഷമോ കാര്യങ്ങളൊന്നും വന്നില്ല. ജൂലൈ മാസം 11 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട. ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം രാത്രി ഉറങ്ങുകയാണ്. എൻ്റെ മൂത്ത മകള് എൻ്റെയും ഭാര്യയുടെയും ഇടയ്ക്ക് കിടപ്പുണ്ട്. സന്തോഷമായിട്ട് ഉറങ്ങുകയാണ്. പെട്ടെന്ന് രാത്രി 2 മണിയായപ്പോൾ ഭയങ്കര ആകുല ചിന്തകൾ. അയ്യോ, മമ്മി ഇല്ലല്ലോ, മമ്മി പോയല്ലോ, ഇനി ആര് നിന്നെ നോക്കും, ആര് നിന്നെ എടുത്തുകൊണ്ട് നടക്കും, ആര് നിനക്ക് ആഹാരം തരും. അപ്പോൾ എൻ്റെ പഴയ മെമ്മറീസിലേക്ക് ഞാൻ പോവുകയാണ്, ചെറുപ്പത്തിലുള്ള മെമ്മറീസിലേക്ക്. അതൊരു പക്ഷേ ഫോട്ടോ ആൽബത്തിൻ്റെ അകത്തുള്ള ഇതായിരിക്കാം, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതായിരിക്കാം. മമ്മിയാണ് ആദ്യം ആഹാരം വാരിത്തന്നത്, മമ്മിയാണ് പാട്ട് പാടാൻ പഠിപ്പിച്ചത്, മമ്മിയാണ് വചനം പഠിപ്പിച്ചത്, മമ്മിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. കാരണം ഡാഡി വർക്കിങ്ങും അന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ അമ്മമാർ ഹൗസ് വൈഫായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പെട്ടെന്ന് ഒരു വോയിഡ് ഫീലിംഗ് വരികയാണ്. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ മോളുണ്ട്, അപ്പുറേ ഭാര്യയുണ്ട്. ഫിസിക്കലി എനിക്കൊരു വോയിഡ് ഫീലിങ്ങിൻ്റെ ആവശ്യമില്ല, പക്ഷെ എൻ്റെ ഇമോഷൻസിൻ്റെ അകത്ത്, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എൻ്റെ കൂടെ ജീവിച്ചിരുന്നൊരു വ്യക്തി, എന്നെ വളർത്തിയ വ്യക്തി, എന്നെ സ്നേഹിച്ച വ്യക്തി, എന്നെ ജനിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ച ആ ഉദരം, അത് ഇല്ലാതെയായപ്പോൾ ആ പ്രായത്തിൻ്റെ അകത്തും പ്രോബബ്ലി ഐ വാസ് ഇൻ ദി ഏർലി 30s. ആ സമയത്ത് ആ 30 വയസ്സിൻ്റെ ആ കാലഘട്ടത്തിൽ 33 അല്ലെങ്കിൽ 34 ആയിരിക്കും. ആ സമയത്ത് അങ്ങനെ ഒരു വേദന വരേണ്ട ആവശ്യമില്ല, പക്ഷെ വോയിഡ് ഫീലിംഗ് വന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ റൂമിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, എഴുന്നേക്ക്, കമോൺ ഗെറ്റ് അപ്പ്. അപ്പോൾ ഞങ്ങളൊരു 2 നില വീട്ടിലാണ് താമസിക്കുന്നത്. താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. താഴെ എൻ്റെ ഒരു പ്രെയർ റൂം എന്ന് ഞാൻ വിളിക്കത്തില്ല, സ്റ്റഡി റൂം ഉണ്ടായിരുന്നു. ആ സ്റ്റഡി റൂമിൽ ഒത്തിരി വേദപുസ്തകങ്ങൾ ഇങ്ങനെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പുസ്തകങ്ങളുണ്ട് ഷെൽഫിൻ്റെ അകത്ത്. കർത്താവ് ഇന്ന വേദപുസ്തകം എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ അത് ഓർക്കുന്നില്ല ഏത് വർഷനാണെന്നുള്ളത്. ആ വേദപുസ്തകം എടുത്ത് കർത്താവ് എന്നോട് പറയുകയാണ്, യെശയ്യാവ് 46-ന്റെ 3ഉം 4ഉം വായിക്കാൻ പറഞ്ഞു. റീഡ് ഐസയ 46, 3 and 4. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അമ്മയുടെ ഉദരം മുതൽ നിന്റെ വാർദ്ധക്യം വരെ നിന്റെ തലയിലെ എല്ലാ മുടിയും നരയ്ക്കുവോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ വഹിക്കും എന്നൊരു വലിയ പ്രോമിസ് നൽകി. നിത്യമായ കൺസലേഷൻ ആയിരുന്നു അത്. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും, ഞാനത് ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. എന്തായിരുന്നു എൻ്റെ സങ്കടം? ഇനി എന്നെ ആര് വഹിക്കും? ഇനി എന്നെ ആര് കരുതും? ഇനി എന്നെ ആര് മുൻപിലേക്ക് കൊണ്ടുപോകും? ഉടനെ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ വചനത്തെ റിലീസ് ചെയ്യാണ്. The word is being released.
ആ റിലീസ് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ലാസ്റ്റ് 11.5 years എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ മമ്മിയെക്കുറിച്ച് എനിക്ക് സങ്കടം വന്നിട്ടില്ല. രണ്ടാമതൊരു മമ്മി എനിക്ക് ലഭിച്ചില്ല. എൻ്റെ മമ്മി തിരികെ സ്വർഗത്തിൽ നിന്ന് വന്നില്ല. പക്ഷെ പിതാവിൻ്റെ സ്നേഹത്തെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിത്യമായ കൺസലേഷൻ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഗ്രേസും ഹോപ്പും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവാം ദൈവം ചെയ്യട്ടെ. എല്ലാ വോയിഡ് ഫീലുകളും യേശുവിൻ്റെ നാമത്തിൽ മാറുകയാണ്. Come on, വിശ്വസിക്കുക, വായ്കൾ തുറന്ന് പ്രതികരിക്കുക. എല്ലാ വോയിഡ് ഫീലിംഗും മാറുകയാണ്. ഓ റബന ഷബത ലഗ്രാസ് ടീരിയംസ് 11 years എനിക്ക് ഈ ദൈവവുമായിട്ട് ഭയങ്കര ഫാദർ സൺ റിലേഷൻഷിപ്പിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത്. ഏത് സമയത്തും അപ്പാ എന്ന് കാണുവാൻ എൻ്റെ ഈ ലോകത്തിലെ ഫാദർ ഉണ്ട്. എന്നാലും ആ മമ്മിയുടെ ആ വോയിഡ് വന്നപ്പോൾ എനിക്കുണ്ടായ സകല വേദനകളെയും കർത്താവ് മാറ്റി. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും, വാർദ്ധക്യം വരെ ചുമക്കും. അതിൻ്റെ അകത്ത് കർത്താവ് എനിക്ക് 2 അഡീഷണൽ പ്രോമിസ് നൽകി. ഒന്ന്, ഈ ഇടയ്ക്കൊന്നും അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകത്തില്ല. 2, വാർദ്ധക്യത്തെ ഞാൻ കാണും, എൻ്റെ മക്കളെ ഞാൻ കാണും, എൻ്റെ കൊച്ചുമക്കൾ കർത്താവിന് വേല ചെയ്യുന്ന കാണും. ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് പ്രോമിസ്. 2013 ഇത് ലഭിക്കുന്നത്. 2017 ഒരിക്കൽ UP-യിൽ വെച്ച് സുവിശേഷ പ്രസംഗത്തിനിടെ എന്നെയും ചാണ്ടിപ്പാസിനെയും അടിക്കാൻ 30ഓളം ഗുണ്ടകൾ വന്നു. അപ്പോൾ ഞാനിതിൻ്റെ ലീഡറാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ലീഡറിനെയാണല്ലോ അവർ അടിക്കുന്നത്. അപ്പോൾ ഒരു വലിയ തടിയനായ മനുഷ്യൻ നമ്മുടെ ട്രക്കിൻ്റെ ഒക്കെ ടയർ മാറ്റുന്ന വലിയൊരു ഹാമറുമായിട്ട് എൻ്റെ അടുക്കിലേക്ക് ഓടി വരിക. അപ്പോൾ എൻ്റെ മുഖത്തടിക്കാനാണ് വരുന്നതെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ മനസ്സിൽ വന്നു, ഇപ്പോൾ അടി കിട്ടും, തലയ്ക്ക് അടി കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു, തലയിലെല്ലാം മുടിയും നരയ്ക്കുമ്പോൾ ഞാൻ നിന്നെ ചുമക്കും, നിന്റെ വാർദ്ധക്യം വരെ ഞാൻ നിന്നെ ചുമക്കും. ഇതാണ് കോൺസലേഷൻ, ഇറ്റേണൽ കോൺസലേഷൻ. 2013 ഉണ്ടായ പ്രശ്നവുമായിട്ട് 2017 പ്രശ്നത്തിന് ബന്ധമില്ല. 2013 എൻ്റെ മമ്മിയെ നഷ്ടപ്പെട്ട വേദനയാണ്. 2017 സുവിശേഷം പ്രസംഗിച്ച് അടി കിട്ടാൻ നിൽക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ സിസ്റ്റം നിങ്ങൾ കണ്ടോ? നിത്യമായ കൺസലേഷനാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ധൈര്യം വന്നു. അപ്പം ഞാനൊരു കാറിൽ ഇങ്ങനെ ഇരിക്കുക, ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ ഗ്ലാസ് താഴ്ത്തി. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ചൂടായി. അപ്പോൾ ഞാൻ അവനോട് ഹിന്ദി പറഞ്ഞു, എടാ ഇത്രയും നേരം ഞങ്ങൾ സ്നേഹത്തിലല്ലേ സംസാരിച്ചത്, നിങ്ങൾ മീറ്റിംഗ് നടത്തണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്, പിന്നെ അടിക്കണമെങ്കിൽ അടിച്ചോ. 3 പ്രാവശ്യം ഇങ്ങനെ ആ ഹാമർ എൻ്റെ മുഖത്തേക്ക് വീശി. എൻ്റെ ഫീലിങ്ങിൽ എനിക്കൊന്നും കൊള്ളുന്നില്ല, എൻ്റെ മുഖത്ത് ഒരു സ്പർശനവും എനിക്ക് ലഭിക്കുന്നില്ല. പക്ഷെ പുള്ളിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ മുഖത്ത് വലിയ അടി തന്നതുപോലെ. കമോൺ, നിങ്ങൾ വിശ്വസിക്കുക, 2013 ഒരാളെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ അകത്ത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ, നിത്യമായ കൺസലേഷൻ, കൃപയാലുള്ള നല്ല പ്രത്യാശ നൽകിയപ്പോൾ, വേറെ ഒരു അസൈൻമെന്റിന്റെ അകത്ത് അന്ന് ലഭിച്ച വാഗ്ദത്തത്തെ പരിശുദ്ധാത്മാവം ദൈവം ആക്റ്റീവാക്കി ഇന്നും നിർത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും നന്ദി പറയുക, ജീവിതത്തിലുണ്ടായ എല്ലാ സങ്കടങ്ങൾക്കും നന്ദി പറയുക, ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് നന്ദി പറയുക. Come on, കരങ്ങൾ ഉയർത്തി പറയാം, നന്ദി നന്ദി. இதயத்தில் சுமந்தீரே நன்றி 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 நன்றி. கரு போல சுமந்தீரே நன்றி 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 நன்றி. இதயத்தில் சுமந்தீரே நன்றி. 2017 സുവിശേഷ പ്രസംഗം നോർത്ത് ഇന്ത്യയിൽ ചെയ്തപ്പോഴായിരുന്നു ആ ഭീഷണി. ഹോളി സ്പിരിറ്റ് റിവൈവൽ വന്നപ്പോഴോ എല്ലാ ദിവസവും ഒരു ഭീഷണി കോൾ കിട്ടും. അതും കർണാടകയിലുള്ള ആരുമല്ല ഭീഷണിപ്പെടുത്തിയത്, ഭീഷണിപ്പെടുത്തിയ കംപ്ലീറ്റ് മലയാളികളാണ്. അടിക്കും, കൊല്ലും. ഞങ്ങൾ അവിടുത്തെ ഇന്ന യൂണിറ്റുകാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചർച്ചിനെ അടിക്കും. ഒരു ഫീലിംഗും എനിക്ക് ഉണ്ടാവുന്നില്ലായിരുന്നു. എന്താ കാര്യമെന്ന് പറയട്ടെ, 2013 ഒരു കൺസലേഷൻ പ്രോസസ്സ് തുടങ്ങി. God is so amazing. We cannot understand how he works. നമ്മൾ ഓരോ ഇൻസിഡന്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ. അന്ന് 2013 കർത്താവിന് അത് തുടങ്ങേണ്ടി വന്നു. 2024 ഹോളി സ്പിരിറ്റ് റിവൈവലിനെതിരെ വന്ന സകല പ്രതികൂലത്തെയും അതിജീവിച്ച് മുന്നിൽ നിൽക്കുവാൻ, ദൈവത്തിന് നിർത്തുവാൻ 2013 ആ സങ്കടത്തെ എൻ്റെ ലൈഫിൽ അലവ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്?
ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണോ, എൻ്റെ പിതാവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താനാണോ ജീവിക്കുന്നത്? ഇന്ന് രാത്രി കമോൺ, കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് പറയേ, ഞാൻ കർത്താവിനായിട്ട് ജീവിക്കാൻ പോകുന്നു, കർത്താവിനായിട്ട് ഞാൻ ജീവിക്കാൻ പോകുന്നു. ഒരു തീമയും നിനക്കാതെ അല്ല, ഒരു തകപ്പൻ ഉമൈ പോലെ ഇല്ല, ഒരു തീമയും ഒരു തിന്മയും ചെയ്യാത്ത ദൈവം, അവനെ പോലെ നല്ല പിതാവ് നമുക്കില്ല. കമോൺ, അതൊന്ന് പറയില്ല. ഒരു തീമയും നിനക്കാതെ നല്ല, ഒരു തകപ്പൻ ഉമൈ പോലെ ഇല്ല, ഒരു തീമയും നിനക്കാതെ നല്ല, ഒരു തകപ്പൻ ഉമൈ പോലെ ഇല്ല. ഏറ്റവും കൂടുതൽ കൺസലേഷൻ വേണ്ട ഒരു വർഷമാണിത്. എന്തിനാ ദൈവം അനുവദിച്ചതെന്നറിയാമോ? നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് നിർത്താൻ. 2013 നിങ്ങൾ എന്നോട് റിവൈവലൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ എനിക്കിതൊന്നും അന്ന് തിരിച്ചറിയാൻ ഒക്കത്തില്ലായിരുന്നു. പക്ഷെ അന്ന് കർത്താവ് ഉറങ്ങിക്കിടന്ന എൻ്റെ ഉള്ളിൽ അമ്മയെക്കുറിച്ചുള്ള വിഷമം വരികയാണ്. ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത പ്രായത്തിൽ വരികയാണ്. ആ വിഷമത്തിൻ്റെ അകത്ത് നിന്നും കർത്താവ് പറയുന്നത്, ഐ എം യുവർ ഫാദർ, ഞാൻ നിന്റെ അപ്പനാണ്, ഞാൻ നിന്റെ പിതാവ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. തകപ്പൻ, നല്ല ദൈവം. ആ കൺസലേഷൻ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്കകത്ത് ഞാനിങ്ങനെ ഓർത്തെടുത്തിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഹോളി സ്പിരിറ്റ് റിവൈവലിന്റെ ഭീഷണികൾ വന്നപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും 11 വർഷത്തിന് മുൻപേ ലഭിച്ച കൺസലേഷൻ ഇറ്റേണൽ സംഭവിക്കാം. ബൈബിളിൽ ഇതൊരു ഫിനോമിനലാണ് കൺസലേഷൻ. ലൂക്കോസിന്റെ സുവിശേഷം, അത് ഇംഗ്ലീഷിൽ വായിച്ചാലേ നമുക്കത് വേണ്ടതുപോലെ മനസ്സിലാകത്തുള്ളൂ. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 25 and 26. യെരുശലേമിൽ ശിമയോൻ എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായിട്ട് കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. ഇറ്റേണൽ കൺസലേഷന്റെ പവർ കണ്ടോ? മരണം കാണുകയില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കാതെ, ഈ ചർച്ചിനെ കുറിച്ചുള്ള പ്ലാൻ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് ഫിനിഷ് ചെയ്യാതെ, there is no way death can come because you are eternally consolation-ന്റെ റലത്തിന്റെ അകത്ത് ഇരിക്കുന്നത്. come on, നീർ നടത്തിയ വിധങ്ങളെ சொல்ல ഒരു പൂർണ്ണ വാർത്തയേ ഇല്ല. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തിടും വിധങ്ങളെ சொல்ல. ഈ ചർച്ചിന്റെ മേൽ ഒരു ഡിവൈൻ ഗ്രേസ് കർത്താവ് തരുന്നു. കർത്താവിന്റെ പദ്ധതികൾക്കകത്ത് ഉള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. ഇറ്റേണൽ കൺസലേഷന്റെ ഓപ്പറേഷൻസ് ഈ ചർച്ചിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മളെ തീർത്ത് കളയുന്നവരായിട്ടല്ല, ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, ചിലതിനെ അതിജീവിക്കുവാൻ, ചിലതിനെ മുറുകെ പിടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒരു പൂരണ വാർത്തയേ ഇല്ല, ഒരു തീമയും നിനക്കാതെ നല്ല, ഒരു തകപ്പൻ ഉമൈ പോലെ ഇല്ല, ഒരു തീമയും നിനക്കാതെ
கிடைக்காதனல்ல. ஒரு தகப்பன் உமை போல கரங்கள் உயர்த்தி எபினேசரே, 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 இந்நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவா இருப்பவரே. எபினேசரே, எபினேசரே, என் நினைவா இருப்பவரே. எபினேசரே, எபினேசரே, இந்நாள் வரை கரங்கள் வீசிக்கொண்டு சுமந்தவரே. நன்றி, 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 இதயத்தில் சுமந்தீரே. நன்றி, 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 கரு போல சுமந்தீரே. நன்றி. ഹെബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായം അതിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 6:13 മുതൽ 18 വരെ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാത്തത് കൊണ്ട് ദൈവം തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. 17-ാമത്തെ ഞങ്ങളെ 16th verse. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ല മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണവർക്ക് ഉറപ്പിനായി സകല വാദത്തിനും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവ വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാൽ ഉറപ്പ് കൊടുത്തു. 18-ാമത്തെ വാക്യം. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായിട്ട് ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. മലയാളത്തിൽ അത് അത്ര അങ്ങോട്ട് പ്രോപ്പർലി വന്നില്ല. 18 നിങ്ങൾ ഇംഗ്ലീഷിലൊന്ന് ശ്രദ്ധിച്ച്. 18 if you can see. And that by 2 immutable things in which it is impossible for God to lie, that we might have a strong consolation. എന്തിനാ ദൈവം കോൺസലേഷൻ നൽകുന്നത്? ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ദീർഘക്ഷമയോടുകൂടെ പ്രാപിപ്പാൻ. പണ്ടൊക്കെ ആളുകൾക്ക് അത് വളരെ എളുപ്പമായിരുന്നു. കാരണം അവർ ജീവിക്കുന്ന സിസ്റ്റം വളരെ സ്ലോ സിസ്റ്റമായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ വൈറ്റില വരെ പോകണമെങ്കിൽ ഒന്നുകിൽ നടക്കണം, അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടണം, അല്ലെങ്കിൽ പഴയ സമയത്ത് കാളവണ്ടി പോകണം. ഇന്നിപ്പോൾ ഇവിടുന്ന് വൈറ്റില പോകണമെങ്കിൽ വളരെ വേഗതയുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. മെട്രോ എടുത്താൽ പെട്ടെന്ന് എത്തും. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള സിസ്റ്റം വർദ്ധിച്ചപ്പോൾ ഇത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെയും ഇത് ബാധിക്കാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് ദീർഘക്ഷമയോടുകൂടെ ജനം ജീവിച്ചു. ഇന്ന് നമുക്ക് ഒട്ടും കാത്തിരിക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യങ്ങളൊക്കെ വളരെ ഇൻസ്റ്റന്റായി. വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടാത്തത് ദൈവം കളവ് പറയുന്നുകൊണ്ടല്ല, ആ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുന്ന ജനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉണർവഹിക്കും എന്ന് കർത്താവ് പറഞ്ഞാൽ അതിനെ കാത്തിരിക്കാൻ ആളുകളില്ല. ഇതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ഞാൻ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ വിശുദ്ധിയുള്ള ആരെങ്കിലും കാണുമോ എന്നല്ല. നമ്മൾ ഭയങ്കര വിശുദ്ധി പ്രസംഗിക്കുന്ന കൂട്ടരാ മലയാളികൾ. കർത്താവ് ചോദിച്ചത് വിശ്വാസം. Will there be anyone with faith? ഇന്ന് രാത്രി ആ സ്ട്രോങ് കോൺസലേഷന്റെ റെവലേഷൻ നമുക്ക് ലഭിക്കട്ടെ. ദൈവം എന്തിനാ ഈ ചർച്ചിൽ ഇങ്ങനെ ഒരു കാര്യം അനുവദിച്ചത്? ദൈവം ദീർഘക്ഷമയോടുകൂടെ നിങ്ങളെക്കുറിച്ചും ഈ പട്ടണത്തെക്കുറിച്ചുമുള്ള ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിൽ നിന്നും നേഷൻസിലേക്കുമുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളോട് പറഞ്ഞതിനെ പ്രാപിപ്പാൻ തക്കവണ്ണം. Come on, strong consolation. Come on, speak and respond. നിങ്ങളുടെ അകത്തെ മനുഷ്യനിലേക്ക് അത് കയറട്ടെ, നിങ്ങളുടെ സ്പിരിറ്റിലേക്ക് അത് കയറട്ടെ, റെവലേഷൻ കയറട്ടെ.
ദൈവത്തോട് പിണങ്ങുന്ന കുഞ്ഞുങ്ങളെ പോലെയല്ല, കൊച്ചുകുട്ടികളല്ല. നഴ്സറി സ്കൂളിലല്ല നമ്മൾ പഠിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വരുമ്പോൾ പിണങ്ങിപ്പോകുന്നവരായിട്ടല്ല. ഈ റെവലേഷനിൽ, വചനം എന്ന റെവലേഷനിൽ ജീവിക്കുന്നവരെ കമോൺ പ്രതികരിക്കുക. വായികൾ തുറന്ന് വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ഓ യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ. യാക്കോബ് ഈ ഇടയൻ രാജാവാകുന്ന ലൈൻ ദാവീദിനെ കുറിച്ചല്ല അത് പറഞ്ഞിരിക്കുന്നത്. സൈറസ്, കോരേശ് രാജാവിനെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു രക്ഷയും ഇസ്രായേലിക്ക് വരാൻ സാധ്യതയില്ല. ഒരു ലീഡർ പോലും ഇല്ല അവർക്ക്. അവരുടെ പണമില്ല, അവർ എക്സൈലിലാണ്, പ്രവാസത്തിലാണ്, അവർ അടിമകളായിരിക്കുവാണ്. There is absolutely no chance of hope. അപ്പോഴേ യെശയ്യാവ് പ്രവചിക്കുന്നത് ആട്ടിടയൻ രാജാവാകാൻ പോകും. അപ്പൊ അതിൻ്റെ ഒരു ഹിസ്റ്ററി ബൈബിളിലില്ല, പക്ഷെ ഒത്തിരി റൈറ്റിംഗ്സിൻ്റെ അകത്തുണ്ട്. റൈറ്റിംഗ്സിൽ ഇങ്ങനെയാണ്: സൈറസിന്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു വിച്ച് ഡോക്ടർ ഉണ്ടായിരുന്നു, മന്ത്രവാദി ഉണ്ടായിരുന്നു. ആ വിച്ച് ഡോക്ടർ സൈറസിന്റെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഗ്രാൻഡ് സൺ ലഭിക്കും. ആ ഗ്രാൻഡ് സൺ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സിസ്റ്റത്തെയും താറുമാറാക്കും. അതുകൊണ്ട് അവൻ ജനിക്കുമ്പോൾ തന്നെ അവനെ കൊല്ലണം. ഇത് ഹിസ്റ്ററി ബുക്സിൽ ഗൂഗിളിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അങ്ങനെ സൈറസ് ജനിക്കുമ്പോൾ, ബേബിയായിട്ട് ജനിക്കുമ്പോൾ, ഈ പെർഷ്യൻ സാമ്രാജ്യത്തിന്റെ അകത്ത് ഇദ്ദേഹത്തിന്റെ രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനോട് പറയുന്നു, ഈ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചുമകനെ കൊന്നുകളയണം എന്ന് പറയുക. അങ്ങനെ ഈ കൊച്ചുമകനെയും എടുത്തുകൊണ്ട് ഈ രാജാവിന്റെ ഏറ്റവും വിശ്വസ്തൻ, സൈറസിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വിശ്വസ്തൻ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ അന്ന് പണ്ട് മോശയുടെ മുഖത്ത് ദൈവതേജസ് കണ്ടപ്പോഴത്തേക്ക് ഫറവോന്റെ മകൾക്ക് കൊല്ലാൻ തോന്നാത്തതുപോലെ തന്നെ സൈറസ് എന്ന കുഞ്ഞു ബേബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവതേജസ് കാരണം കൊല്ലാൻ ഈ മനുഷ്യന് മനസ്സ് വന്നില്ല. അങ്ങനെ അദ്ദേഹം ദൂരെ നടന്നു പോകുമ്പോൾ ഒരു വിൽഡർനെസ്സിൽ ആട്ടിടയന്മാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം അവിടെ കയറി ചെന്നപ്പോഴാണ് അന്ന് ജനിച്ച ഒരു നവജാത ശിശു, ഈ സെയിം പ്രായത്തിൽ ജനിച്ച നവജാത ശിശു മരിച്ചുപോയി. അവര് കരയുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, എൻ്റെ സാറിന് വേണ്ടത് ഒരു ബോഡിയാ, ഡെഡ് ബോഡിയാ. ഇവർക്ക് നഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞിനെയാ. ഈ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചു. ആ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് തിരികെ പോയി രാജാവിനോട് പറഞ്ഞു, ഇതാ മരിച്ചു, അടക്കി എന്നൊക്കെ പറഞ്ഞു. ഈ സൈറസ് എന്ന രാജാവ്, അല്ലെങ്കിൽ സൈറസ് എന്ന കുഞ്ഞു ബേബി ആട്ടിടയന്മാരുടെ ഇടയിൽ വളർന്നു. സ്വർഗത്തിലെ ദൈവം യെശയ്യാവിനെ കൊണ്ട് പ്രവചിച്ചു, ഇടയൻ രാജാവായിട്ട് മാറും. കമോൺ, മനുഷ്യർ കാത്തിരിക്കുക. 483 years ആയിട്ട് ഇസ്രായേൽ മക്കൾ കാത്തിരിക്കുക. ഞങ്ങളുടെ രക്ഷ എവിടെ നിന്നും വരും? ഞങ്ങൾ ദാവീദ് ഭരിച്ചിരുന്നതാണ്, ശക്തിമേറിയ പ്രവാചകന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഞങ്ങൾ ബെൽഷസറിന്റെ കീഴിലായിരിക്കുന്നു. നെബൂഖദ്നേസറിന്റെ കാലഘട്ടം കഴിഞ്ഞു, ബെൽഷസറിന്റെ കാലഘട്ടത്തിലൊക്കെയായി. ദാനിയേൽ അവിടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക, സമയമായല്ലോ, സമയമായല്ലോ എൻ്റെ ദൈവമേ, സമയമായല്ലോ. നമ്മൾ ദാനിയേലിനെ ഒരു സാധാരണ പ്രാർത്ഥനക്കാരനായിട്ടാണ് കാണുന്നത്. നോ, he was bringing the promise back to Israel. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, 3 നേരവും പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് എഴുതി കാണിക്കുന്നത്, മേനെ മേനെ തുക്കിരിവാസി, ആ കാര്യങ്ങളെല്ലാം എഴുതി കാണിച്ച് നെക്സ്റ്റ് ഡേ സിസ്റ്റം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് വീഴുന്നു. ഒരു ഇടയൻ രാജാവായി എഴുന്നേൽക്കുന്നു. ആ മനുഷ്യൻ പറയുന്ന ആദ്യത്തെ വാക്ക്, നിങ്ങൾ തിരികെ പോകണം, നിങ്ങൾ പോയി ദൈവത്തിന്റെ ആലയത്തെ പണിയണം. സൈറസ് രക്ഷിക്കപ്പെട്ടൊരു മനുഷ്യനല്ലായിരുന്നു. സൈറസ് യഹൂദനല്ല. സൈറസ് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമല്ല. പക്ഷെ ദൈവം ഇടയനെ രാജാവാക്കിയത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നത്. ഇന്നലെ അമേരിക്കൻ ഇലക്ഷനിൽ സംഭവിച്ചത്, ഒരു സൈറസിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ട്രംപ് എന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്നോ സ്നാനപ്പെട്ടു എന്നോ അഭിഷേകം പ്രാപിച്ചു എന്നോ തിരക്കേണ്ട വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിനൊരു കാരണമുണ്ട്. ഒരു പ്രോഫറ്റ് ഇങ്ങനെയാണ് പ്രവചിച്ചത്, ട്രംപിനെയും സൈറസിനെയും ഉള്ളൊരു കണക്ഷൻ ഇസ്രായേലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. അപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അപ്പോൾ ആരോ കാത്തിരിക്കുന്നു. നമ്മൾ ഇന്ത്യക്കാരൊന്നും ഇതിനൊന്നും കാത്തിരിക്കുന്നില്ല. പാസ്റ്ററൊക്കെ ചിലപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം പാസ്റ്റർ ഇസ്രായേലിനെ കുറിച്ച് അറിയാം. നമുക്കാകെ അറിയാവുന്നത്, എൻ്റെ നടുവേദന മാറുമോ, എൻ്റെ കാലുവേദന മാറുമോ, എൻ്റെ കൊച്ചിനൊരു ജോലി കിട്ടുമോ, വിസ കിട്ടുമോ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഹൈ ലെവലായിട്ട് ദൈവത്തിന്റെ കലണ്ടർ ഓടുന്നത് എന്താ നമ്മൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ആ സിസ്റ്റത്തിന്റെ അകത്താണ് ഒരു പ്രൊഫസി കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നു.
ട്രംപിനെ ജയിപ്പിക്കും നല്ല ആ പ്രോഫസി ഞാൻ കേട്ടത്. ഒരു സൈറസിനെ ലോകത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം എഴുന്നേൽപ്പിക്കും. എന്തിനാ? പണ്ടത്തെ സൈറസ് ദൈവത്തിന്റെ ആലയം പണിതു. ആ ആലയത്തിനെ കുറിച്ച് ഹഗ്ഗായി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: മുൻപിലത്തെ മഹത്വത്തെക്കാൾ പിൻപിലുള്ള മഹത്വം വലുതായിരിക്കും. ആ പ്രവചനം വീണ്ടും പ്രളയത്തിന്റെ അത് നിൽക്കുകയാണ്. ചില പ്രവചനങ്ങൾ തലമുറകളിൽ നിറവേറുന്നതാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഈ ഒരു ഇലക്ഷൻ റിസൾട്ടോടുകൂടെ ലോകത്തിലുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ അകത്ത്, ദൈവസഭയ്ക്കകത്ത് മുൻപിലത്തെ മഹത്വത്തെക്കാൾ പിൻപിലത്തെ മഹത്വം വലുതായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ഇറ്റേണൽ കൺസലേഷൻ കൊടുത്ത് തകർന്നും നുറുകിയും ഇരിക്കുന്ന സഭകൾ ഒരു സ്ഥലത്ത് പെർസിക്യൂട്ടഡ് ആകുന്നു. മറു സൈഡിൽ യഹൂദന്മാർ ആക്രമിക്കപ്പെടുന്നു. There is a consolation operating. നിങ്ങൾക്കത് മനസ്സിലാകുന്നെങ്കിൽ സ്വീകരിക്കാം. A strong consolation is operating so that the fulfillment of God's promises will happen. എന്തിനാണ് ആ consolation? എന്തിനാണ് ആ തകർച്ച ദൈവം അനുവദിച്ചത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ. Come on, സ്തോത്രം ചെയ്തേ. യാക്കോബ് ഇസ്രായേൽ ആകട്ടെ, യാക്കോബ് ഇസ്രായേൽ ആകട്ടെ, ഇടയൻ രാജാവായി മാറട്ടെ, ഇടയൻ രാജാവായി മാറട്ടെ, ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി. Eternal consolation. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ കാത്തിരിക്കാനുള്ള കൃപ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നോ? നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുമെന്നുള്ളത്. ഞാൻ ഈ ഹോളി സ്പിരിറ്റ് റിവൈവലിന്റെ അകത്ത് പഠിച്ചൊരു വലിയ കാര്യമാണ്, ദൈവം ഭയങ്കര വിശ്വസ്തനായി. യഥാർത്ഥത്തിൽ ഞാൻ പല കാര്യങ്ങളും മറന്നുപോയിരുന്നു. ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ദൈവം പുറകിലോട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഞാൻ ആ പഴയ ടേപ്പ് എടുത്ത് കാണുകയോ പഴയ എൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് അന്നത്തെ പ്രവചനം കേൾക്കുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. 5 വർഷം മുന്നേ പറഞ്ഞത്, 10 വർഷം മുന്നേ പറഞ്ഞത്, 20 വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ പേരൻസിനോട് പറഞ്ഞ പല കാര്യങ്ങളെയും നിവർത്തിക്കുവാൻ കോൺസലേഷനോടുകൂടെ കാത്തിരിക്കുന്ന ഒരു തലമുറ. ദൈവത്തിൻ്റെ സിസ്റ്റം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിത് തിരിച്ചറിയാൻ ഒക്കത്തില്ല. ആഗ്രഹിക്കുന്നുണ്ടോ? പാസ്റ്റർ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് 30 വർഷമായി, 50 വർഷമായി, ഞങ്ങൾ എത്ര ദൈവപ്രവൃത്തികൾ കണ്ടു. നോ, ഇതൊരിക്കലും നമ്മുടെ വായിൽ നിന്ന് വരരുത്. നെവർ സേ ദാറ്റ്. കൊതിക്കണം, ആഗ്രഹിക്കണം. എൻ്റെ ദാഹത്തെ ഒത്തിരി വർദ്ധിപ്പിച്ചു ഹോളി സ്പിരിറ്റ് റിവൈവൽ ഒരു ഭയങ്കര ഗോഡ്സ് വിസിറ്റേഷനാണ്. നയാഗ്ര വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വെള്ളം ഇങ്ങനെ ഭയങ്കര ഫോഴ്സിലാണ്. കാനഡ സൈഡിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര ഫോഴ്സിലാണ് വീഴുന്നത്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കുത്തി വീഴും. അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് നോക്കിയാൽ, അവിടെ നിന്ന് തന്നെ മുന്നിലേക്ക് നോക്കിയാൽ വളരെ ശാന്തതയോടുകൂടെയാണ് ആ റിവർ ഒഴുകുന്നത്. പിന്നെ ഗോഡ്സ് വിസിറ്റേഷൻ ആണ് റിവൈവൽ എന്ന് ബൈബിൾ കമന്റേറ്റേഴ്സ് പറയുന്നു. ഈ ഗോഡ്സ് വിസിറ്റേഷന് വേണ്ടി തലമുറകളായിട്ട് ആളുകൾ കാത്തിരുന്നു. അതുകൊണ്ടാണ് സ്റ്റെപ്പായിട്ട് ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടത്. ഒരു തലമുറ എത്തിയപ്പോൾ ഗോഡ്സ് വിസിറ്റേഷൻ ഇല്ല, ഇനി അങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ടീച്ചിങ്ങും വന്നപ്പോൾ ചർച്ച് ഒരു വാട്ട് യു സേ ഒരു പ്രത്യേക ലെവലിലെത്തി സ്റ്റക്കാവുന്നതിന് ഇംഗ്ലീഷിൽ എന്തോ പറയുമല്ലോ, സ്റ്റാഗ്നൻ്റായി. ചർച്ച് സ്റ്റാഗ്നൻ്റായി. എല്ലാം ഞങ്ങൾക്ക് അറിയാം, ഇത്രയല്ലേ എഴുതപ്പെട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. നിങ്ങൾ പിണങ്ങരുതേ, നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം ഡസ് നോട്ട് ഡിഫൈൻ അവർ ഗോഡ് ഫുള്ളി. നിങ്ങൾ മലയാളികൾ പിണങ്ങാൻ സാധ്യതയുള്ളൊരു ടേമാണ്. ദ ബൈബിൾ ദാറ്റ് യു ഹാവ് ഡസ് നോട്ട് ഡിഫൈൻ അവർ ഗോഡ് ഇൻ ദ ഫുള്ളസ്റ്റ്. കാരണം യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞു. യോഹന്നാൻ്റെ അവസാനത്തെ വാക്യമാണ് സുവിശേഷത്തിൻ്റെ, കർത്താവായ യേശു ക്രിസ്തു ചെയ്തതെല്ലാം എഴുതിയാൽ ഈ ലോകം പോലും തികയത്തില്ല. ഇത് ചെയ്തത് എഴുതിയത് കൊണ്ടല്ല, കുറച്ചെങ്കിലും മനസ്സിലായി. യു ജസ്റ്റ് ഇമാജിൻ വാട്ട് ഈസ് ദ വോളിയം
of the word that is in our hand compared with the space available in this earth. You just compare it with your brains. ഇതൊരു സ്മോൾ ടൂളാ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൊതി നമുക്ക് നഷ്ടപ്പെട്ടാൽ things will become stagnant. അങ്ങനെ സ്റ്റാഗ്നന്റ് ആയി പല ഉണർവുകൾ. ജോൺ വെസ്ലിയുടെ ഉണർവ് സ്റ്റാഗ്നന്റ് ആയി. പല ഉണർവുകൾ സ്റ്റാഗ്നന്റ് ആയി ഇരുന്നപ്പോഴാണ് 1906 ഒരു കണ്ണ് കാണാൻ മേലാത്ത ഒരു കറുത്ത വർഗ്ഗക്കാരൻ ചാൾസ് ഫർമാന്റെ ബൈബിൾ കോളേജിൽ നിന്നും പുറത്തിരുന്ന് പഠിച്ച് ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യൻ ഒരു ചർച്ചിന്റെ ചാർജ് എടുത്തു പോയി. ലോസ് ആഞ്ചലസിൽ ചർച്ചിന്റെ ചാർജ് എടുത്തു. അവിടെ നിന്ന് ഇദ്ദേഹം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ചർച്ചിന്റെ ലീഡർഷിപ്പ് അദ്ദേഹത്തെ പുറത്താക്കി. അങ്ങനെ റിജക്റ്റഡ് ആയിട്ട് ഒരു മനുഷ്യൻ ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നും അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. പക്ഷെ എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇതാണ്, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ വേണം. ഇദ്ദേഹം ഇത് പ്രാർത്ഥിക്കുകയും ആ വീട്ടിൽ കൂടിയിരുന്ന ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു. അവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു. 1906 അസൂസ സ്ട്രീറ്റിൽ അന്ന് ഈ മനുഷ്യന്റെ ഒറ്റയാളുടെ കൊതി കൊണ്ട് ആരംഭിച്ച റിവൈവൽ ലോകം മുഴുവൻ പെന്തക്കോസ്റ്റലിസത്തെ സ്പ്രെഡ് ചെയ്തു. കമോൺ ഇന്ന് രാത്രി ആ കണ്ണുകൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള വലിയ ദൗത്യങ്ങൾ തിരിച്ചറിയട്ടെ. ചെറിയവൻ 1000 തീരുമെന്നാണ് ബൈബിൾ പറയുന്നത്. കമോൺ, റിസീവ് ചെയ്തിട്ട് ആ വലിയ ദൗത്യത്തെ കുറിച്ച് സ്വീകരിച്ചട്ടെ. ആ വലിയ ദൗത്യത്തെ തിരിച്ചറിഞ്ഞട്ടെ. കമോൺ, സ്പീക്ക് ഇൻ ടങ്സ്. വായ്കളെ തുറന്ന് ബൈബിൾ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ബൈബിൾ കോളേജിൽ പുറത്തിരുത്തി, ചർച്ചിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനുള്ള കൊതി. കമോൺ, സ്പീക്ക്. വായ്കളെ തുറന്ന് ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കട്ടെ. എൻ കണ്ണുകൾ തുറന്നു ഞാൻ കാണുന്നേ 7 പൊൻവിളക്കിൻ നടുവിൽ. ഇതാരാ പറഞ്ഞതെന്നറിയാമോ? ഇതാരാ പറഞ്ഞത്? യേശുവിന്റെ മാറോട് ചേർന്നിടുന്ന യോഹന്നാൻ പറയുകയാണ്, യേശുവിനെ അതുപോലെ വേറെ ആരും കണ്ടിട്ടില്ല, അത്ര ക്ലോസ് ആയിരുന്നു. ബൈബിൾ കമന്റേറ്റേഴ്സ് പറഞ്ഞത് ജോൺ വാസ് ജസ്റ്റ് 14 years, 14 വയസ്സുണ്ടായിരുന്നു യേശുവിന്റെ ശിഷ്യനാകുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് മാറോട് ചേർത്ത് യേശു കൊണ്ട് നടന്നത്. ബാക്കി എല്ലാവരും പല കാര്യത്തിനകത്ത് പോയപ്പോഴും യേശു യോഹന്നാനെ നോക്കി പറഞ്ഞു, യു നീഡ് എ മദർ. ഇതാ നിന്റെ അമ്മ. That means he was still not grown up. That's why the Lord said you need a mother. പത്രോസിനോടൊന്നും പറഞ്ഞില്ല, because Peter was already in the 30s, just 1 year younger to Jesus. നമ്മുടെ ഈ ഫോട്ടോഗ്രാഫിയിലാണ് പ്രശ്നം. നമ്മുടെ ആ കമ്മ്യൂണിന്റെ ഫോട്ടോ ട്രഡീഷണൽ ആയിട്ട് വരച്ചിരിക്കുന്നത് യേശു ചെറുപ്പം കൂടെ ഇരിക്കുന്ന കുറെ അപ്പച്ചന്മാരും. It was never like that. No, it is wrong. You study the Bible. It is absolutely wrong. All of them were youngsters. And that's why any church where youngsters are passionate, God's power will move them. That's exactly what happened in Bangalore. ബാംഗ്ലൂർ ചർച്ചിൽ ഉണർവായിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കൊതിയുള്ള ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗിച്ചു കഴിഞ്ഞ് റൈസം പാസ്റ്റർ വീട്ടിൽ പോയി, ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ പോയി. പക്ഷെ പിള്ളേര് പോയില്ല. ആ പിള്ളേര് അവിടെ ചർച്ചിൽ ഇരുന്നത് കൊണ്ടാ ഇന്ന് ലോകം മുഴുവൻ സ്പർശിക്കപ്പെടുവാൻ ദൈവം ആ ഉണർവിനെ ഉപയോഗിച്ചു. ദൈവം ഞങ്ങളെ പോലെ പാസ്റ്റേഴ്സിനല്ല അതിനെ ഉപയോഗിച്ചത്. കാണുമ്പോൾ ഫോട്ടോ ഒക്കെ നമ്മുടെയാണ്. But God used youngsters who were very passionate for His presence. ഞാൻ ഈ തലമുറയൊക്കെ നോക്കി പറയട്ടെ, കൺസലേഷൻ ലഭിക്കുന്ന റേച്ചലിന്റെ തലമുറയ്ക്കൊക്കെ നോക്കി പറയട്ടെ, they are going to experience something above and beyond what we have experienced. നമ്മൾ കണ്ടതിനേക്കാളും വിശ്വസിക്കുക, ഇന്ന് രാത്രി വിശ്വസിക്കുക. അപ്പോൾ യേശുവിന്റെ കൂടെ ചേർന്ന് നടന്നു. യേശുവിന്റെ എല്ലാ, എൻ്റെ കൂടെ ചില ടീം മെമ്പേഴ്സ് വർഷങ്ങളായിട്ടുള്ളവരാ. പാസ്റ്റർ ജനീഷ് എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കും എൻ്റെ റൂമിൽ വന്നിരുന്നു. എൻ്റെ ബാഗ് എടുക്കും, എൻ്റെ പെട്ടി എടുക്കും, എൻ്റെ ഉടുപ്പുകൾ പോലും അവർക്കറിയാം. എല്ലാം അറിയാവുന്ന യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, എൻ കണ്ണുകൾ തുറന്നു ഞാൻ കാണുന്നേ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു യേശു. 7 പൊൻവിളക്കിൻ. ഈ സിസ്റ്റമാണ് നമ്മുടെ ട്രഡീഷൻസിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്. നമ്മളെ ട്രഡീഷണൽ ആക്കാതെ, സ്റ്റാഗ്നന്റ് ആക്കാതെ, something new, something wonderful, something glorious പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് ജീസസിനെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് ഹോളി സ്പിരിറ്റ്. എഴുതപ്പെട്ട വചനത്തെ ജീവനുള്ള വചനമാക്കി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. 7 പൊൻവിളക്കിൻ നടുവിൽ
ആദ്യനും അന്ത്യനും. എന്തിനാ പറഞ്ഞെന്നറിയാം? നമ്മളെ ചുമ്മാ തമാശയ്ക്ക് നമുക്ക് എഴുതി വെക്കാനല്ല ആദ്യനും അന്ത്യനും. Because he changed drastically. Because the glory was manifesting. Jesus was not looking like the same. അപ്പൊ യോഹന്നാന്റെ മനസ്സിൽ, ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ ചിന്തിച്ചത്, ഇത് അന്ന് കണ്ട യേശു അല്ലല്ലോ, നമ്മുടെ യേശു മാറിയോ, നമ്മുടെ യേശുവിന് മാറ്റം സംഭവിച്ചോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. നെക്സ്റ്റ് വേർഡ് പ്ലീസ്. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. ഞങ്ങൾ ആശ്വാസം വരുന്നു, കോൺസലേഷനെ കുറിച്ച് ഞാൻ പറയുന്നത്, എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിലും നിങ്ങളുടെ ആശ്വാസത്തിനായിട്ട് ഫലിക്കുന്നു. 7-ാമത്തെ വാക്യം. നിങ്ങൾ കഷ്ടങ്ങൾ കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിന്, കോൺസലേഷൻ, കൂട്ടാളികൾ എന്ന് അറിയിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളതാകുന്നു. 5-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ കാണിക്കാം. എന്തിനാ ദൈവം നമ്മുടെ സീനിയർ പാസ്റ്ററിനെ ആദ്യ ഫലമാക്കിയെടുത്തത്? എന്തിനാ ദൈവം അത് അലൗ ചെയ്തത്? കഷ്ടങ്ങളിൽ എന്താ പെരുകുന്നത്? കോൺസലേഷൻ ഈസ് അബൗണ്ടിങ്. എന്തിന്? ആർക്കു വേണ്ടി? 6-ാമത്തെ വാക്യം പറയുന്നു, ഞങ്ങളുടെ ലൈഫിൽ വരുന്ന കഷ്ടങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ഞങ്ങളൊരു ആശ്വാസമായി തീരും. സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി മാത്രമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. That is a very limited understanding of who we are called for. കവലയിൽ നിന്ന് പ്രസംഗിക്കുക, ട്രാക്ട് കൊടുക്കുക, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ. നിങ്ങളുടെ ലൈഫ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് പറഞ്ഞ് ഞാനിന്ന് തുടങ്ങിയത്. സുവിശേഷത്താൽ മഹത്വം. എന്തിനാ കർത്താവ് എൻ്റെ മമ്മിയുടെ ആ സിസ്റ്റത്തിൻ്റെ അകത്തൂടെ എന്നെ കൗൺസിൽ ചെയ്യുന്നറിയാമോ? ഇന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് അപ്പനാകാൻ ദൈവത്തിൻ്റെ കൃപയാൽ സഹായിച്ചു. എനിക്കെൻ്റെ മമ്മിയെ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കിന്ന് ഒരിക്കലും ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കാൻ പറ്റുവേനെ, അപ്പനാകാനൊക്കത്തില്ല. എന്നെ കെട്ടിപ്പിടിച്ച് ആ സ്യൂട്ടിൽ അവരുടെ കണ്ണുനീരിങ്ങനെ വീഴുകയാണ്. എന്നെക്കാളും പ്രായമുള്ളവർ 65 വയസ്സുള്ള ഒരു അമ്മച്ചി, അവർക്ക് ഞാനൊരു അപ്പനാണ്. കാരണം അവരുടെ മകനെ അവർക്ക് നഷ്ടമായി. എൻ്റെ ലൈഫിൽ ആ നഷ്ടം വന്നില്ലായിരുന്നുവെങ്കിൽ I could have never been a source of consolation. ഫസ്റ്റ് ഫ്രൂട്ട് ആക്കി എന്തിനാണെന്നറിയാമോ? ഈ ചർച്ചിനെ അനേകർക്ക് അപ്പനാകാൻ വേണ്ടിയിട്ടാണ്. ഈ ചർച്ചിൽ വരുന്നവർക്ക് വേണ്ടി മാത്രമല്ല, പല ചർച്ചസിനും ഈ ചർച്ചിനെ അപ്പനാക്കാൻ ഒക്കും. Don't underestimate what has happened in 2024. For us it is painful. പക്ഷെ ദൈവത്തിന് പലതും ലാഭകരമാക്കുകയാണ്. മരണത്തെ തോൽപ്പിച്ച കർത്താവാണ് നമ്മുടെ പ്രത്യാശയായതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്റ്റർ ഫസ്റ്റ് ഫ്രൂട്ട് ആയി കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചല്ല നമ്മളിനി വിഷമിക്കേണ്ടത്. നമ്മളെ ഏൽപ്പിച്ച ഹൈ ലെവൽ ഉത്തരവാദിത്തങ്ങൾ ഈ ഫാസ്റ്റിംഗ് പ്രെയർ കഴിയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് മുറുകെ പിടിച്ച് നേരത്തെ ഓടിയതുപോലെ അല്ലാതെ
ഈ ചർച്ചിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഹൈ ലെവൽ പദ്ധതികളിലേക്ക് പ്രാർത്ഥിച്ച് ആത്മാവിൽ കയറുന്ന ഒരു ന്യൂ സീസൺ പരിശുദ്ധാത്മാവാം ദൈവം തുറക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോസ്തോലിക് ലീഡർഷിപ്പിനെ കുറിച്ച് ഇത് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തോലിക് ലീഡർഷിപ്പിൻ്റെ അകത്തുള്ള ഏത് കഷ്ടതയും ദൈവം അവരെ ഏൽപ്പിക്കുന്ന ജനത്തിൻ്റെ കൺസലേഷന് വേണ്ടിയിട്ട്. ഞാനിതിനൊരു പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പ്രിവിലേജ് ആയിട്ട് നിങ്ങളുടെ ചർച്ചിനൊരു വലിയ പ്രിവിലേജാണ് 2024 ദൈവം ലഭിച്ചത്. നമ്മുടെ മനസ്സൊരിക്കലും നെഗറ്റീവായിട്ട് ഒരിക്കലും അതിനകത്ത് ചിന്തിക്കരുത്. ആരും ഈ ചർച്ചിനെ കുറിച്ചും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ദൈവം ഒരു വലിയ പ്രിവിലേജ് കൊടുത്തു. വി നെവർ നോ, അടുത്ത വർഷമോ 3 വർഷം കഴിയുമ്പോഴോ കർത്താവ് എന്തോ ഗ്ലോറിയസ് ആയിട്ട് കർത്താവ് ചെയ്യും. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവിന് ധാരാളമായിട്ട് ചോദിക്കുക. ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ നിങ്ങൾ വേറെ ചർച്ചകളിൽ നിന്നായിരിക്കാം. നിങ്ങളുടെ ലൈഫിലും ഇത് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവനല്ല. കർത്താവിൻ്റെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിട്ടാണ്. നമ്മുടെ ചെറുപ്പം മുതലേ പാരമ്പര്യ സഭകളിലായിരുന്നപ്പോഴേ ഹോസന്ന ഞായറാഴ്ചയുടെ അന്ന് കഴുതയുടെ കഥയാണ് നമ്മളെല്ലാവരും കേട്ട് വളർന്നത്. പക്ഷെ കഴുതയാകാൻ നമ്മളാരും റെഡിയല്ല. കഴുതയ്ക്ക് യാതൊരു പ്രശംസയും കിട്ടിയില്ല. കഴുതയ്ക്ക് യാതൊരു ഓണറും കിട്ടിയില്ല. കഴുതയായിട്ട് തന്നെ ഇരുന്നു. പക്ഷെ ആ കഴുത യേശുവിനെ, മഹത്വത്തിന്റെ രാജാവിനെ ചുമന്നതുപോലെ ദൈവസഭയെ വിളിച്ചിരിക്കുന്നത് മഹത്വത്തിന്റെ രാജാവിനെ ചുമക്കുവാനാണ്. ഈ ബിലീഫ് സിസ്റ്റത്തിലേക്കും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും വന്നാൽ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ, ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ, കാരണം നിത്യ തേജസ്സിന്റെ ഖനം എന്നാണ് മലയാളം. ആക്ച്വലി അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദ ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗാഡ്സ് ഗ്ലോറി എന്നാണ്. ദൈവ മഹത്വത്തിന്റെ നിത്യമായ ഖനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിങ്ങളിലൂടെ യേശുവിന്റെ ഫുൾനെസ് വെളിപ്പെടാനായിട്ട് പോകുന്നു. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബൈബിളിൽ വെളിപ്പെട്ട യേശുവിനെക്കാളും അധികം നിങ്ങളിലൂടെ, എന്നിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ റെഡിയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് രാത്രി ആരെങ്കിലും ഒക്കെ ഉണ്ടോ? How many of you understood the message? അതിനോട് യോജിക്കുന്നു? അതോ പാസ്റ്ററെ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പാസ്റ്റർ പറയാതെ ഇന്ന് രാത്രി പക്ഷെ ഒന്ന് just give up. ഞാൻ പഠിച്ച പാഠങ്ങളാ പറഞ്ഞു. ഞാൻ പഠിച്ച പാഠങ്ങൾ ഭയങ്കര കൺസലേഷനെ കർത്താവ് ഈ റേലത്തിനകത്ത് തുറക്കുന്നു. ഒരു ഭയങ്കര ഇറ്റേണൽ കോൺസലേഷന്റെ റേലം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ദൈവം. കാരണം നിങ്ങൾ ദൈവത്തിന് പ്ലേസ് ചെയ്യണം. ഹയർ റേലം ഓഫ് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുവാനായി, റിവൈവലിന് വേണ്ടിയിട്ട് ദൈവത്തിന് നമ്മളെ പ്ലേസ് ചെയ്യണം. ഞങ്ങളുടെ സുവിശേഷത്താൽ നിങ്ങൾ ദൈവമഹത്വം പ്രാപിപ്പാനല്ലോ വിളിക്കപ്പെട്ടത്. അവർക്ക് ദൈവം 3 കാര്യങ്ങൾ നൽകി. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നിത്യമായ കൺസലേഷൻ, കൃപയും പ്രത്യാശയും ദൈവം നൽകി. ആ നിത്യമായ കൺസലേഷനെ കുറിച്ച് നമ്മളിന്ന് കേട്ടത്. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത്, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഭയങ്കര കോൺസലേഷൻ ലഭിക്കും. Revival is all about others and not about us. It is about His people and not about my family. ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനം പാടിയ പാട്ട് പാസ്റ്റർ സാമുവൽ വിൽസൺ ആദ്യം എഴുതിയ പാട്ടാണ്. നമ്മൾ പലരും ചിന്തിക്കും നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു എന്ന പാട്ടാണ് അദ്ദേഹം ആദ്യം എഴുതിയത്. അദ്ദേഹം റിവൈവലിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാ, പാസ്റ്ററെ വർഷങ്ങൾക്ക് മുൻപേ ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകിയതാണ്, ഉണർവിൻ അഗ്നിയാൽ നമ്മൾ നിറയും, ആത്മമഴയതാൽ ദേശം നിറയും. ഇന്ന് രാത്രിയും ഇന്ന് രാവിലെയും സംഭവിച്ചത്, നിങ്ങളുടെ നടുവേദനയും കൈവേദനയും എല്ലാം കർത്താവ് മാറ്റിയിട്ടുണ്ട്. കർത്താവ് എവിടെയുണ്ടോ അവിടെ നടുവേദനയും കൈവേദനയൊന്നും വരാൻ ഒക്കത്തില്ല. നിങ്ങൾ അത് വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. അല്ലാതെ അനിഷ്പാസം തലേ കൈവയ്ക്കുമ്പോഴല്ല നിങ്ങളുടെ നടുവേദന മാറുന്നത്. യേശു എവിടെയുണ്ടോ അവിടെ പൂർണ്ണതയുണ്ട്, എല്ലാ അപൂർണതകളും മാറും. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഉണർവിന്റെ അഗ്നിയാൽ നിറയ്ക്കുവാനാണ്. ഉണർവിൻ അഗ്നിയാൽ നിങ്ങൾ അതിനാൽ നിറയുമ്പോൾ ദേശം ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയും. നാളെയും നാളെ കഴിഞ്ഞ് നമുക്ക് തുടർന്നും ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആ തലത്തിൽ നമ്മളത് കൊതിക്കണം. ഒരു നോർമൽ ഫാസ്റ്റിംഗ് പ്രെയർ ആയിട്ട് എൻ്റെ ഒരു വിടുതൽ എന്നുള്ളതിനേക്കാളും അപ്പുറം ഞാൻ മുഖാന്തരം ദേശം വിടുവിക്കപ്പെടണം.